എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടോടൊപ്പം മനസ്സിലാക്കാണ് ഞാനത് എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ എൻ്റെ കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗ് പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇന്ന് ഇടാൻ പോകുന്നത്. അതെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സ്റ്റൈൽസോ നിങ്ങളുടെ എന്താ പറയുക ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. നിങ്ങളുടെ ടിപ്സും എനിക്ക് ഒരുപാട് ഉപകാരമാവുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ഒരു വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോയിൽ. അതിൽ ഒരുപാട് പേര് റൈസ് കുക്കറിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് പരീക്ഷിച്ച് നല്ല സക്സസ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറക്റ്റ് വേവിൽ കിട്ടുന്നുണ്ട്. 5 വിസിൽ മതി. നേരത്തെ ഞാൻ 13 വിസിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം വെറും 5 വിസിൽ കൊണ്ട് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇങ്ങോട്ടും ടിപ്പ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചെറിയ ടൈപ്പിലുള്ള മാങ്ങ ഉണ്ടല്ലോ, അതാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സിറ്റിയിലൊക്കെ കിട്ടുന്ന മാമ്പഴം അത്രയും ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാനിവിടെ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇനി ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളകാണ്. വേണ്ട ഒരു ഇത്രയും കുരുമുളക്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കുക. അപ്പം ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിനകത്ത് തേങ്ങ ചേർത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, കുരുമുളക്, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കുക. അപ്പം മാമ്പഴം നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിന് പകരമായിട്ട് ഇതുപോലത്തെ മൺചട്ടികളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫുൾ കുക്കിംഗ് മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്.
ഈ പാനൊക്കെ നമ്മൾ ഇപ്പോൾ പാനിലിപ്പം മൺചട്ടി മേടിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ, അപ്പോൾ അവർ ഈ പാനിലൊക്കെ കുക്ക് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചെറിയ കോട്ടിംഗ് ഒക്കെ ഇളകി തുടങ്ങുമല്ലോ. അപ്പം തന്നെ നിങ്ങളതെടുത്ത് തട്ടിൻപുറത്തോട്ട് വെച്ചോളുക. പിന്നീടും അതിനകത്ത് കുക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം അതിലുള്ള ആ ഒരു കോട്ടിങ് ഈ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇളകി വന്നിട്ട് നമ്മളത് കഴിക്കുകയാണെങ്കിൽ, നമ്മൾ ഫുഡിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ചെറുതായിട്ട് കോട്ടിങ് ഇളകി തുടങ്ങിയ ഉടനെ തന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ അപ്പം തന്നെ എടുത്ത് മാറ്റിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള സിറാമിക് ടൈപ്പൊക്കെ ഇപ്പം ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പാൻ മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കഴിവതും അത് ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ മൺചട്ടി യൂസ് ചെയ്യുക. എന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെറുതായിട്ട് കോട്ടിങ് വല്ലതും ഇളകി തുടങ്ങിയാൽ ഉടനെ തന്നെ അതെടുത്ത് തട്ടിമ്പുറത്ത് കളഞ്ഞേക്കുക. പിന്നീട് അത് ഉപയോഗിക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ പുതിയതായിട്ടൊക്കെ ഇതുപോലത്തെ മൺചട്ടി മേടിക്കുമ്പോൾ അപ്പം തന്നെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഇങ്ങനെ മണ്ണിൻ്റെ മണം ഉണ്ടാവും. അപ്പം അതൊക്കെ മാറ്റി ഈ ചട്ടി മയപ്പെടുത്തി എടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പം അത് ചെയ്തതിന് ശേഷമാണ്, ആ ചട്ടി നന്നായിട്ട് മയപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് കുക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വിറകടുപ്പിൽ വെച്ചിട്ട് ഉമിയും ഒക്കെ ഇട്ട് ഈ ചട്ടി നന്നായിട്ട് ചൂടാക്കി മയപ്പെടുത്തി എടുക്കും. ഇപ്പോൾ എന്താണ്, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് പറ്റത്തില്ല. അപ്പം ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ചട്ടി എങ്ങനെ മയപ്പെടുത്തി എടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ചട്ടി ഞാനിപ്പോൾ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ പുതുതായിട്ടൊരു ചട്ടി മേടിക്കുമ്പോൾ അത് മയപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ ചട്ടിയിൽ കുറേ വെള്ളം എടുക്കുക. അതായത് 1/4 ഭാഗത്തിലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേയില ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. അപ്പം തിളച്ച് നമ്മൾ ഈ ഒഴിച്ച വെള്ളത്തിനേക്കായും കുറച്ച് അളവൊന്ന് കുറയണം. നന്നായിട്ടൊന്ന് കുറുകി ഈ തേയിലയുടെ നിറവും എല്ലാം അതിനകത്ത് ഇറങ്ങണം. അപ്പോൾ അത്രയും നേരം ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങോട്ടേക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു നൈറ്റ് ഫുള്ള് ഇതുപോലെ വെച്ചിരിക്കുക. ഞാനിതിപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇതിനകത്ത് ആ തേയിലയുടെ കളറും എല്ലാം പിടിച്ച് കണ്ടോ. ഇനി നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് ഇത് ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ചട്ടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ടിട്ട് തുടച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ പുതിയതായിട്ട് മേടിക്കുന്ന ആ ഒരു ചട്ടിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഒരു കറുപ്പ് കളറായിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ശരിയായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മയപ്പെടുത്തി കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. അപ്പം ഇതിനുള്ളിലായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ടൊരു 3-4 മണിക്കൂർ ഇതങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മതി. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം നല്ലൊരു ഫിനിഷ് കിട്ടും ചട്ടിക്ക്. ഫുള്ളായിട്ടുണ്ട് ഈ വക്കിലും എല്ലാം ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. വളരെ എളുപ്പമാണ്. ഇനി ഈ തേയില വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറൊക്കെ വെച്ചിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നല്ല ചൂടോടെ കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒരു നൈറ്റ് ഫുള്ള് വെച്ചിരിക്കുക. അങ്ങനെ ചെയ്താലും നല്ലതാണ്. കണ്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് ശേഷം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. കണ്ടോ. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ ചട്ടിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ പാത്രത്തിലൊക്കെ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. പക്ഷേ ചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അടുക്കി പിടിക്കില്ല. പിന്നെ നമ്മൾ വെക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഭക്ഷണം കേടുകൂടാതെ നല്ല ഫ്രഷായിട്ട് നല്ല രുചിയോട് കൂടി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചട്ടിയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനുകൾ കഴിവതും ഒഴിവാക്കുക. അപ്പം ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഈ എന്താ പറയുക മൺചട്ടിയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സെറ്റ് പാൻ വാങ്ങിച്ചത്. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ എല്ലാം ചട്ടിയാക്കിയിട്ടുണ്ട്.
ഇനി ഇതിനകത്തേക്ക് നേരത്തെ അരച്ചു വെച്ച ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. അപ്പം നല്ല കട്ട തൈര് വേണം. അതൊരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മിക്സിയുടെ ഈ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് മോര് ചേർത്ത് കൊടുക്കുകയാണ്. തീ വളരെ കുറച്ച് വെക്കുക. അപ്പം മോര് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവുക, അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. ഇനി ലാസ്റ്റ് നമുക്ക് കടുക് കൂടെ വറുത്തൊഴിച്ചാൽ മതി. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ അത് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കടുക് വറുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നല്ല വെള്ള ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട 2 കാര്യങ്ങളും, അതായത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയും പിന്നെ ചട്ടി മയപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യവും, ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.